ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ. അപ്പം മൺഡേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 10-ാം തീയതി വേണം ഒന്നും കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വണ്ടി യാത്ര ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ സമയം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മൾ പോകുന്ന പാലായിലെ ഹോസ്പിറ്റൽ കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വരുന്ന വഴി നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം കുറേ സ്ഥലങ്ങളിലൊക്കെ നിർത്തി നമ്മൾ കണ്ട് കേട്ടൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ കയറിയപ്പം അവിടെ നിന്നുള്ള വ്യൂ ആണ്. എന്ത് രസമാണല്ലേ. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ക്ഷീണമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ കൂടുതൽ ക്ഷീണം. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ അങ്ങ് നടത്തമായിരുന്നു കേട്ടോ. മുറ്റത്തൂടെ കുറച്ച് നേരം അങ്ങ് നടന്നു. ക്ഷീണം കാരണം സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഒന്ന് അയവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് നടക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ അവിടെ നിന്ന് വിറകൊക്കെ വെട്ടുന്നുണ്ടായിരുന്നേ. അപ്പാണെങ്കിൽ അമ്മ പറഞ്ഞു അവിടെ കുറച്ച് തക്കാളി, എന്ത് തക്കാളിയാണോ, മരത്തക്കാളി, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മരത്തക്കാളി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇടയ്ക്കിടയ്ക്കാണ് പറിക്കാറുള്ളത്. പഴുക്കുന്നതിനനുസരിച്ച് നമ്മൾ പറിക്കാറുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞു അത് കുറേ നിൽപ്പുണ്ട്, അത് കുലുക്കിയിടാന്ന് പറഞ്ഞു കേട്ടോ. ഞാനെന്നാ അമ്മേനോട് പറഞ്ഞു അത് കുലുക്കിയിട്ടോ, ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് അമ്മ കുറേ കുലുക്കിയിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എക്സസൈസൊക്കെ നിർത്തി അമ്മ കുലുക്കിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഇതാണ് നമ്മുടെ മരത്തക്കാളിയുടെ മരം. അതിൽ കുറച്ച് ചെറിയ ചെറിയ കായകളൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ. ഇത് കുറച്ച് കുത്തനെയുള്ള ഇറക്കായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടുത്ത് പോയി വീഡിയോ എടുക്കാത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങി പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ അമ്മ കുലുക്കിയിട്ട് ഇതെല്ലാം നല്ല പഴുത്തത് തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു ചുവപ്പ് നിറമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് പെറുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടെ മുറ്റത്തൂടെയൊക്കെ നടന്നു. അമ്മേനോട് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ തക്കാളി കണ്ടില്ലേ, കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ. ഇത് കറി വെക്കാനും ഉപയോഗിക്കും, നമ്മൾ നല്ല ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കഴിക്കാനും ഉപയോഗിക്കും പച്ചയ്ക്ക്. എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കുറച്ച് കറി ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വെറുതെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ.